ആറിൻ്റെ ഫീൽഡ് ആക്സിയംസ് നമ്മൾ കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ ഡിസ്കസ് ചെയ്തു. ഇനി അത് യൂസ് ചെയ്തിട്ട് ആറിൻ്റെ ഫെർദർ ആൾജിബ്രിക് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് അവിടെ പഠിച്ച 9 ആക്സിയംസ് നമുക്കിവിടെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, കാരണം അത് ആക്സിയംസ് ആണ്. ഫസ്റ്റ് തിയറത്തിലെ ഫസ്റ്റ് റിസൾട്ട്, ഇഫ് Z and A are elements in R with Z plus A is equal to A, then Z is equal to 0. ഈ പ്രോപ്പർട്ടി Z plus A equal to A, ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അവിടെ പഠിച്ച ആക്സിയംസിലെ A3 പോലെയാണ്. A3 എന്തായിരുന്നു? A plus 0 is equal to A is equal to 0 plus A. ആ ഒരു പാറ്റേൺ ആണിത്. അതായത് ഇവിടെ സെഡിന് പകരം ഇവിടുത്തെ സീറോന് പകരം ഇവിടെ സെഡ് ആണ്. അപ്പോൾ ഇവിടെ റിസൾട്ട് പറയുന്നത് എന്താ വെച്ചാൽ സെഡ് പ്ലസ് എ ഈക്വൽ ടു എ ആണെങ്കിൽ ദെൻ സെഡ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ A3 എന്ന് പറയുന്ന ആക്സിയമിൽ ഇങ്ങനെ ഒരു 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് സീറോയുടെ എക്സിസ്റ്റൻസ് ആണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. അവിടെ അങ്ങനെ ഉള്ള 0 എന്ന് പറയുന്ന ഇങ്ങനെ ഒരു 0 എന്നുള്ള എലമെന്റ് അവിടെ യുണീക്ക് ആണെന്ന് പറയുന്നില്ല. അതായത് A plus 0 is equal to A for every A belongs to R. ഇങ്ങനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന 0 എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് അവിടെ പറയുന്നില്ല. അതായത് യുണീക്ക് ആണെന്ന് പറയുന്നില്ല. ഇങ്ങനെ ഒരു 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നേ പറയുന്നുള്ളൂ. ദാറ്റ് മീൻസ് അത് എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ റിസൾട്ടിൽ അതിൻ്റെ അങ്ങനെയുള്ള ആ 0 എന്ന് പറയുന്നത് അത് യുണീക്ക് ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് സെഡ് പ്ലസ് എ ഈക്വൽ ടു എ കിട്ടുകയാണെങ്കിൽ ഈ സെഡ് 0 ആകാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതായത് ഈ പ്രോപ്പർട്ടിയിലുള്ള 0ൻ്റെ എക്സിസ്റ്റൻസ്, ആ 0 എലമെന്റ് അത് യുണീക്ക് ആണെന്നാണ് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടേണ്ടത് സെഡ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് അസ്യൂം ചെയ്യാം, സെഡ് പ്ലസ് എ ഇസ് ഈക്വൽ ടു എ, സെഡ് ആൻഡ് എ ആർ എലമെന്റ്സ് ഓഫ് ആർ. നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു 0 കിട്ടണം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ആ 9 ആക്സിയംസിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ സെഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് കിട്ടേണ്ടത് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പം ഞാൻ സെഡിനെ ഇങ്ങനെ തന്നെ വെച്ചാൽ നമുക്ക് 0യിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ് നോക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറെ എലമെന്റ്സ് ഒന്നും നമ്മളെ കയ്യിലില്ല. പക്ഷേ നമുക്ക് 0 അവിടെ ഉണ്ട്. 0 A3 എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ഈ പ്രോപ്പർട്ടി, അതായത് നമുക്ക് Z is equal to Z plus 0 എന്ന് എഴുതാം. അപ്പോൾ അവിടുന്ന് Z is equal to Z plus 0 എന്ന് കിട്ടി. അതായത് ഇതാണ് യൂസ് ചെയ്തത്. ഇവിടെ ഞാൻ Z ഇട്ട് കൊടുത്തു. അപ്പോൾ Z is equal to Z plus 0 എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്. ഈ 0ക്ക് നമുക്ക് A4 എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. A4ൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് എലമെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നെഗറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പം നമുക്ക് ഒരു A എടുക്കുകയാണെങ്കിൽ നമുക്ക്, കാരണം നമ്മൾ ഈ റിസൾട്ടിൽ നമുക്ക് ഇവിടെ അസ്യൂം ചെയ്ത കാര്യത്തിൽ Z പ്ലസ് എ ഈക്വൽ ടു എയിലൊരു A ഉണ്ട്. അപ്പോൾ ഇതിനെ എയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. എങ്കിലേ നമുക്ക് ഈ റിസൾട്ട്, അതായത് നമ്മൾ ഈ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു A വരണം. സോ അതിന് വേണ്ടിയിട്ട് ഈ സീറോയ്ക്ക് പകരം ഞാൻ A പ്ലസ് മൈനസ് എ എന്നുള്ള ആ കാര്യം ഈ 0ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി മാറി? This is equal to Z plus A plus minus A. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾക്ക് Z plus A ഈക്വൽ ടു A ആണെന്ന് അറിയാം. സോ ഞാനിതിന് ഓർഡർ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 എലമെന്റ്സ് ഉണ്ട്. സോ ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്കുണ്ട്. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? Z plus A പ്ലസ് മൈനസ് എ എന്ന് എഴുതാം. ഇങ്ങനെ ചേഞ്ച് ചെയ്യാം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. Z plus A എന്താണ്? ബൈ അസംപ്ഷൻ ദാറ്റ് ഈസ് A. സോ ഇതിന് പകരം ഞാൻ A എന്നിട്ട് കൊടുത്തു. സോ A പ്ലസ് മൈനസ് എ എന്ന് എഴുതി. A പ്ലസ് മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A4 പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? അത് ഒരു എലമെന്റും അതിൻ്റെ
നെഗറ്റീവ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0th എലമെൻറ്റ് കിട്ടും. സോ ദാറ്റ് ഈസ് 0. സോ നിങ്ങൾക്ക് കിട്ടി z ഈസ് ഈക്വൽ ടു 0. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് റിസൾട്ട് ഇത് സെയിം കാര്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലും നമ്മൾ പറഞ്ഞിരുന്നു ഒരു എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ്. അതായത് ഏത് എലമെൻറ്റ് എ എടുത്തിട്ടുണ്ടെങ്കിലും a into 1 is equal to a that is equal to 1 into a. ഇങ്ങനൊരു പ്രോപ്പർട്ടി നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് u into b ഈക്വൽ ടു d. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു എലമെൻറ്റിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ എലമെൻറ്റ് കിട്ടും. ഇവിടെ പറയുന്നത് ഒരു എലമെൻറ്റിനെ u കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ എലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ u എന്തായിരിക്കും? ഈ u 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മുടെ M3 എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടിയിൽ 1ൻ്റെ അല്ലെങ്കിൽ യൂണിറ്റ് എലമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് ആ പറയുന്നതെങ്കിൽ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നതോടുകൂടി ആ 1ൻ്റെ യുണീക്നെസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് u is equal to 1 എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യുവിൽ തുടങ്ങും. അപ്പോൾ യുവിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഫർദർ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകണം. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന കാര്യം u into b equal to b where b not equal to 0 u and b are റിയൽ നമ്പേഴ്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടുത്തെ ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് u is equal to u into 1 എന്ന് കൊടുക്കാം, M3 എന്നുള്ള റിസൾട്ട് വെച്ചിട്ട്. സോ ഞാനതിന് u into 1 എന്ന് കൊടുത്തു. ഇനി എനിക്ക് ഇതിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ u into b കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 1നെ നമുക്ക് അവിടെ M4ൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് a into a ഏത് എലമെൻറ്റ് ഏത് നോൺ സീറോ എലമെൻറ്റ് a എടുത്തിട്ടുണ്ടെങ്കിൽ 1/a എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് a into 1/a equal to 1 is equal to 1/a into a എന്നുള്ള റിസൾട്ട് നിങ്ങളവിടെ കണ്ടിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് 1ന് പകരം എന്ത് കൊടുക്കാം? ഏതെങ്കിലും ഒരു നോൺ സീറോ എലമെൻറ്റ് ഇൻറ്റു 1/that എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു നോൺ സീറോ എലമെൻ്റ് ഉണ്ട് b. സോ ഞാൻ ആ b യൂസ് ചെയ്യുന്നു. സോ അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും u into b into 1/b എന്ന് കിട്ടും. ഇനി അവിടെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു M2 വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യാം. ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്താൽ u into b into 1/b എന്ന് കിട്ടും. പക്ഷേ തന്നിരിക്കുന്ന നമ്മുടെ അസംഷൻ വെച്ചിട്ട് u into b എന്ന് പറഞ്ഞാൽ b ആണ്. സോ u into b പകരം നിങ്ങൾ b കൊടുത്തു. സോ ദാറ്റ് മീൻസ് b into 1/b. b into 1/b where b not equal to 0 is 1. So you get 1. So u is equal to 1 as we decided. So we proved b part. Any last one, if a belongs to R, then a into 0 is equal to 0. That means ഏതൊരു എലമെൻ്റ് എടുത്തിട്ട് അതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ട് എപ്പോഴും 0 ആയിരിക്കും. അതാണ് ഈ റിസൾട്ട് പറയുന്നത്. if a belongs to R, then a into 0 is equal to 0. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് a into 0 equal to 0 എന്നാണ് കിട്ടേണ്ടത്. സോ ഞാനിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. a into 0 കൊടുക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് 0ലേക്ക് എത്തണം. അതിനിവിടെ a into 0ൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം 0യ്ക്ക് പകരം എനിക്ക് 0യും 0യും ആഡ് ചെയ്താൽ 0 ആണ് കിട്ടുന്നത് എന്നറിയാം. 0 + 0 0 ആണ് എനിക്കറിയാം. കാരണം 0 എന്ന് പറയുന്നത് നമ്മുടെ അഡിറ്റീവ്
സീറോ എലമെൻ്റ് ആണ്. ഇത് സീറോ എലമെൻ്റ് ആയിട്ട് എടുക്കുക. ഇത് സീറോ എലമെൻ്റ് ആയിട്ട് എടുത്തിട്ട് ഇത് ആറിലെ സീറോ ആയിട്ട് എടുക്കുക. ആറിലെ ഒരു എലമെൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ആറിലെ ഏത് എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എ പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു എ ആണെന്നറിയാം. അപ്പം എ സീറോ ആണെങ്കിലോ എ ആറിലെ എലമെൻ്റ് ആയാൽ മതി. അപ്പോൾ ആറിലെ എലമെൻ്റ് ആണ് സീറോയും. അപ്പോൾ എക്ക് സീറോ കൊടുക്കുകയാണെങ്കിൽ സീറോ പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സീറോ കാണുന്നിടത്തിൽ നിങ്ങൾക്ക് സീറോ പ്ലസ് സീറോ എന്ന് കൊടുക്കാൻ പറ്റും. സോ ഞാൻ ഈ സീറോയ്ക്ക് പകരം ഇതൊക്കെ കൺസ്ട്രക്ഷനാണ്. ഇതൊക്കെ ആ സമയത്ത് നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് വേണമെന്ന് ആലോചിച്ച് അങ്ങനെ അതിലേക്ക് പോകാനുള്ള ഒരു ഇതുണ്ടാക്കണം. സോ ഇവിടെ എ ഇൻറ്റു സീറോ പ്ലസ് സീറോ എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്താൽ എ ഇൻറ്റു സീറോ പ്ലസ് എ ഇൻറ്റു സീറോ എന്ന് കിട്ടും. ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്? എ ഇൻറ്റു സീറോ എന്നാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് ആയിരുന്നു സെഡ് പ്ലസ് എ ഇസ് ഈക്വൽ ടു എ ദെൻ സെഡ് ഈസ് ഈക്വൽ ടു സീറോ എന്ന്. അപ്പോൾ ഇവിടെ എ ഇൻറ്റു സീറോ ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വായിക്കുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കുക. എക്ക് പകരം എ ഇൻറ്റു സീറോ. ഇവിടെ സെഡിന് പകരം എ ഇൻറ്റു സീറോ. ഇവിടെ എ ഇത് സെയിം എലമെൻ്റ് ആണ് എന്നുള്ള കാര്യം എടുക്കണ്ട. എ ഇൻറ്റു സീറോ പ്ലസ് എ ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സീറോ ആണെങ്കിൽ ഈ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ എ ഇൻറ്റു സീറോനെ പറ്റി എന്ത് പറയാം? അത് സീറോ ആയിരിക്കും. അതായത് ഇവിടെ ഇതാണ് നിങ്ങളുടെ എ, ഇത് നിങ്ങളുടെ സെഡ്, ഇത് നിങ്ങളുടെ എ. ഇതാണ് കമ്പാരിസൺ. ഇത് സെഡ് ആയിട്ട് എടുക്കുക, ഇത് എ ആയിട്ട് എടുക്കുക, ഇത് എ ആയിട്ട് എടുക്കുക. അപ്പം സെഡ് പ്ലസ് എ ഇസ് ഈക്വൽ ടു എ ഇംപ്ലൈസ് ദിസ് സെഡ് ഈക്വൽ ടു സീറോ. ദാറ്റ് മീൻസ് ദിസ് എ ഇൻറ്റു സീറോ ഇസ് ഈക്വൽ ടു സീറോ. അങ്ങനെ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടും. അതായത് ഏത് എലമെൻറ്റിനെ സീറോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് സീറോ ആയിരിക്കും എന്നാണ് അത് പറയുന്നത്. ഓക്കെ, അടുത്ത തിയറം. എ ഒരു നോൺ സീറോ റിയൽ നമ്പർ, ബി ഒരു റിയൽ നമ്പർ സച്ച് ദാറ്റ് എങ്ങനെയാണത്? എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു 1/a എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ M3 എന്ന് പറയുന്ന ആക്സിയം, മൾട്ടിപ്ലിക്കേഷനിലെ M3 എന്ന് പറയുന്ന ആക്സിയം, അതായത് അവിടെ ഏത് എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ റിസൾട്ടിലുള്ള ആ റെസിപ്രോക്കൽ യുണീക്ക് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അവിടെ റെസിപ്രോക്കൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 1/a ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു 1/a ഇൻറ്റു എ. ഇതായിരുന്നു നമ്മുടെ M3. ഇങ്ങനെ ഒരു 1/a എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് രണ്ട് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുക, സച്ച് ദാറ്റ് ഈ എ നോൺ സീറോ ആകുക. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്തായിരിക്കുന്നതാണ്? ആ ബി 1/a ആയിരിക്കുന്നതാണ്. വേറെ ഒരു എലമെൻറ്റിനും ബി ആകാനുള്ള സാധ്യതയില്ല. അതായത് ഇങ്ങനെയുള്ള എ ഇൻറ്റു ബി ഈക്വൽ ടു 1 ആകാൻ സാധ്യതയുള്ള ബി എന്ന് പറഞ്ഞാൽ അത് 1/a ആയിരിക്കും. ദാറ്റ് 1/a is unique. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് ബി ഈക്വൽ ടു 1/a എന്നാണ് വേണ്ടത്. സോ ഞാൻ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിയിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം 1 ഇൻറ്റു ബി ഈക്വൽ ടു ബി എന്നുള്ള റിസൾട്ടാണ്. സോ ഞാനവിടെ 1 ഇൻറ്റു ബി എന്ന് എഴുതി. നമുക്ക് 1/aയിലേക്കാണ് എത്തേണ്ടത്. സോ നമ്മൾ എയിനെ ഇവിടത്തേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും കാര്യം നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 1നെ നമുക്ക് എ വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. ഒരു നോൺ സീറോ എലമെൻ്റ് ആണ് എ എങ്കിൽ 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1/a ആയിരിക്കും. സോ ഞാൻ അതിന് പകരം ഇതെടുക്കുന്നു. കാരണം എനിക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണം. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എ ഇൻറ്റു ബി എന്നുള്ളത് വരണം. അപ്പോൾ ഇവിടെയാണ് ബി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എ കിട്ടണമെന്നുണ്ടെങ്കിൽ 1/a ഇപ്പുറമുള്ള ഈ പാർട്ട് ചൂസ് ചെയ്യണം. സോ ദിസ് ഈസ് 1/a ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് വീണ്ടും മൾട്ടിപ്ലിക്കേഷനിലുള്ള അസോസിയേറ്റീവ് പ്രോപ്പർട്ടി M2 യൂസ് ചെയ്യാം. ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യാം. 1/a ഇൻറ്റു
എ ഇൻറ്റു ബി എന്ന് കിട്ടും. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ 1/a ഇൻറ്റു 1 എന്ന് കിട്ടും. 1/a ഇൻറ്റു 1 നമ്മുടെ M3 പ്രകാരം 1/a തന്നെയാണ് എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ്. സോ നിങ്ങൾക്ക് കിട്ടി ബി ഇസ് ഈക്വൽ ടു 1/a. സോ അങ്ങനെ നമ്മൾ ആ പാർട്ട് പ്രൂവ് ചെയ്തു. അടുത്ത തിയറം, ഇഫ് a into b is equal to 0, then either a equal to 0 or b equal to 0. This means ഇത് രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ്. രണ്ട് റിയൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ a 0 ആയിരിക്കും അല്ലെങ്കിൽ b 0 ആയിരിക്കും. അപ്പോൾ ഈ ഓറിൻ്റെ മീനിങ് ഒന്നുകിൽ a 0 ആകാം അല്ലെങ്കിൽ b 0 ആകാം അല്ലെങ്കിൽ രണ്ടും 0 ആകാം. അതായത് a into b equal to 0 ആകുന്ന സമയത്ത് ഒരിക്കലും രണ്ടും നോൺ സീറോ ആകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇഫ് ബോത്ത് a and b not equal to 0, then ab not equal to 0. ഇതായിരിക്കും ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ്. അതായത് ഈ ഓറിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ഒന്നുകിൽ a 0 അല്ലെങ്കിൽ b 0 എന്ന് പറയുമ്പം രണ്ടും 0 ആകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സാധ്യതയില്ലാത്ത കാര്യം രണ്ടും നോൺ സീറോ ആകുക എന്നുള്ളതാണ്. അപ്പം ഒന്നുകിൽ ഇത് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് കോൺട്രാപോസിറ്റീവ് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് a not equal to 0 and b not equal to 0, then ab not equal to 0. ഇതിൻ്റെ നെഗേഷൻ ab not equal to 0 ആണ്. ഇതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ if a not equal to 0 and b not equal to 0. അപ്പോൾ ഓർ വെച്ചിട്ടുള്ളതിന് നെഗേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഞാൻ എന്താ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ നെഗേഷൻ പ്രൂവ് ചെയ്യല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ നെഗേഷൻ എങ്ങനെയാണ് വരിക അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രൂഫ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എ ബി ഈക്വൽ ടു 0 എന്നുള്ള കാര്യം നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് അപ്പോൾ അവിടെ നടക്കാൻ പാടില്ല. കാരണം ഇത് നടന്നാൽ രണ്ട് എയും ബിയും നോൺ സീറോ ആയാൽ പ്രോഡക്റ്റ് നോൺ സീറോ ആയി പോകും. അപ്പം പ്രോഡക്റ്റ് നോൺ സീറോ എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പം ഞാൻ അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. എ നോട്ട് ഈക്വൽ ടു 0 ആയാൽ ബി ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തിട്ട് ബി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളിത് പ്രൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യും എ ബി ഈക്വൽ ടു 0 എന്ന്. എന്നിട്ട് നമ്മൾ എടുക്കും എ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കും. എന്നിട്ട് ബി ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ കാണിക്കും. പിന്നെ തിരിച്ച് ബി നോട്ട് ഈക്വൽ ടു 0 അസ്യൂം ചെയ്ത് എ ഈക്വൽ ടു 0 എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എക്കും ബിക്കും ഇവിടെ സെയിം റോള് തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ ആർബിട്രറി ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എ നോൺ സീറോ എന്ന് എടുത്തു. എ നോൺ സീറോ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി M3 വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ദർ എക്സിസ്റ്റ് 1/a in R such that a into 1/a equal to 1 equal to 1/a into a എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് b equal to 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ b എന്ന് എടുക്കുന്നു. b എന്ന് എടുത്തിട്ട് ബിനെ നമുക്ക് M3 വെച്ചിട്ട്, സോറി ഇത് M4 വെച്ചിട്ടാണ് ഇത് കിട്ടിയത്. M3 വെച്ചിട്ട് നിങ്ങൾക്ക് ഈ 1ന് പകരം നിങ്ങളെ എ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ 1ന് പകരം ഞാൻ 1/a into a എന്ന് എടുക്കുന്നു. ഇത് a into 1/a എടുക്കാത്തതിൻ്റെ റീസൺ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ബി ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 1/a അല്ല, a വന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 1/a into a എന്ന് എടുക്കുന്നത്. ഇനി ഞാനിതിന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി M2 യൂസ് ചെയ്തിട്ട്, മൾട്ടിപ്ലിക്കേഷനിലുള്ള അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്
ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യുന്നു. സോ ഇത് 1/a ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് കിട്ടും. എ ഇൻറ്റു ബി എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് 0 ആണെന്ന്. സോ ദിസ് മീൻസ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. തൊട്ട് മുന്നത്തെ നമ്മുടെ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് റിയൽ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് ഇസ് ഓൾവേസ് 0. സോ 1/a ഇൻറ്റു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 0. സോ നമുക്ക് കിട്ടി ബി ഈക്വൽ ടു 0. അപ്പം നമ്മൾ എ നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തിട്ട് ബി ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് വി പ്രൂവ്ഡ് this result. Okay.